നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നൊരു ടീം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവും. അത് PSG ആയിരിക്കില്ല. ഇത് പറയുന്നത് ലൂയിസ് എൻറിക്കെയാണ്. ലിവർപൂൾ വേഴ്സസ് PSG പോരാട്ടം ഇന്ന് ആൻഫീൽഡിൽ നടക്കുകയാണ്. ആദ്യ പാദത്തിൽ PSG കിടിലൻ പ്രകടനം നടത്തി, പക്ഷേ ജയിച്ച് കയറിയത് ലിവർപൂളായിരുന്നു. ഒരു ഗോളിൻ്റെ കടമുണ്ട്. ആ കടം വീട്ടാൻ പറ്റുമോ, എന്നിട്ട് പിന്നെ വിജയിച്ച് കയറാൻ പറ്റുമോ? അതാണ് ലൂയിസ് എൻറിക്കയുടെ മുന്നിലുള്ള ചോദ്യം. എളുപ്പമല്ല. ആൻഫീൽഡിലാണ് കളി. ആ ഗ്രൗണ്ടിൽ പോയി കളി ജയിച്ചു വരിക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ബാഴ്സലോണയുടെ കോച്ചായ സമയത്ത് 4 ഗോളിന് പുറകിൽ നിന്നു PSG-ക്കെതിരെ, എന്നിട്ട് തിരിച്ചു വന്നില്ലേ? എൻ്റെ കരിയറിൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റും. അതാണ് തന്നെ വ്യത്യസ്തനാക്കുന്നത് എന്നുകൂടി ലൂയിസ് എൻറിക്കെ പറയുന്നു. ആ പഴയ ബാഴ്സ വേഴ്സസ് PSG മത്സരത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ പറയുന്നത്. നെയ്മർ നിറഞ്ഞാടിയ മത്സരം. അപ്പോൾ അങ്ങനെ തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി തൻ്റെ ടീമിനുണ്ട് എന്ന് ഇപ്പോൾ ലൂയിസ് എൻറിക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം പറയുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സീസണിലെ ഇമ്പോർട്ടൻറ്റ് മത്സരം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. അതായത് ഇതിപ്പോൾ റൗണ്ട് ഓഫ് 16 ഇനി അടുത്ത ഘട്ടത്തിലേക്കൊക്കെ പോയി ഫൈനൽ വരെയൊക്കെ എത്തുമെന്നുള്ളതാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നാളത്തെ ദിവസം, അതായത് ഇന്നലെ മാധ്യമങ്ങൾ കണ്ടതാണ്, ട്യൂസ്ഡേ ഒരു ടീം എലിമിനേറ്റഡ് ആവും, ഒരു ടീം പുറത്താവും. അത് പാരീസ് ആവില്ല. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ മിനിറ്റ് മുതൽ വേണ്ട, കളിയുടെ വാമപ്പിൻ്റെ സമയം മുതൽ ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ ക്ലിയർ ആയിരിക്കും. ഞങ്ങൾക്ക് ഈ മത്സരം വിജയിക്കണം. അങ്ങനെയായിരിക്കും എൻ്റെ കുട്ടികൾ കളിക്കളത്തിൽ ഉണ്ടാവുക. പിന്നെ തിരിച്ചുവരവിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അന്ന് ബാഴ്സലോണ PSG-ക്കെതിരെ തിരിച്ചു വന്നില്ലേ? അങ്ങനെ ഒരു തിരിച്ചുവരവല്ല ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ പോലും എൻ്റെ കരിയറിൽ ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും തിരിച്ചു വരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ എലമെൻറ്റ്സ് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാനത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാനുള്ള എബിലിറ്റി എനിക്കുണ്ട്. ഞങ്ങളുടെ ഒബ്ജക്റ്റീവ് വളരെ ക്ലിയറാണ്. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച ഒരു പ്രകടനം നടത്തുക, ഓപ്പണൻസിനേക്കാൾ മികച്ച പ്രകടനം നടത്തുക. ശരിയാണ്, ഇത് അവരുടെ ഹോം ഗ്രൗണ്ടാണ്. അവിടെ മത്സരം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. എന്നാലും ഇത് ഫുട്ബോളാണ്, ഞങ്ങൾക്കതിന് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഫീൽഡിൽ പോയി കളിച്ച് എതിരാളികളെ തോൽപ്പിക്കണമെന്ന് ഒരു താരവും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത്ര എളുപ്പമല്ല അവിടെ പോയി കളിക്കാൻ. യൂറോപ്പിലെ ചരിത്രമുറങ്ങുന്ന സ്റ്റേഡിയങ്ങളിൽ ഒന്നാണത്. അവിടെ കളിക്കാൻ ഇറങ്ങുമ്പോൾ എന്തായാലും താരങ്ങൾക്കൊരു ഹ്യൂജ് മോട്ടിവേഷൻ ഉണ്ടാകും. ഞങ്ങളതിന് കേപ്പബിളാണ്. ഗുഡ് ഫുട്ബോൾ ലിവർപൂളിൻ്റെ സ്റ്റേഡിയത്തിൽ കളിക്കാൻ ഞങ്ങൾ കേപ്പബിളാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്നുകൂടി കോച്ച് പറഞ്ഞു. ചുരുക്കത്തിൽ PSG ഒരുങ്ങിയാണ് വരുന്നത്. ലിവർപൂളിനിട്ട് പണി കൊടുക്കണം, മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.